بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. മനുഷ്യൻ അറിവിന് വലിയ മഹത്വമാണ് കൽപ്പിച്ചു വരുന്നത്. ലോകരാഷ്ട്രങ്ങൾ വരുമാനത്തിന്റെ 1/3 വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് കണക്ക്. പക്ഷേ മതബോധത്തിന്റെയും ധർമ്മചിന്തയുടെയും അഭാവത്തിൽ വിദ്യാഭ്യാസം നിരർത്ഥകമായി തീരുന്നു. മതഭൗതിക വിദ്യകളുടെ സമന്വയമാണ് ഇതിന് പരിഹാരം. മഹാനായ ഇമാം ഘസാലി പറഞ്ഞിട്ടുള്ളതുപോലെ ശാസ്ത്രമത സമന്വയം സാധ്യമല്ലെന്ന വിചാരം ഉൾക്കാഴ്ചയില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. ശാസ്ത്രമില്ലാത്ത മതം മുടന്തനും മതമില്ലാത്ത ശാസ്ത്രം അന്ധനുമാണെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളതും ശ്രദ്ധേയമാണ്. മതഭൗതിക വിദ്യകളുടെ ആരോഗ്യകരമായ സമന്വയം സാക്ഷാത്കരിക്കുന്നു ആൺകുട്ടികൾക്കുള്ള വാഫി കോഴ്സും പെൺകുട്ടികൾക്കുള്ള വഫിയ കോഴ്സും. മതപഠനത്തിന് ഭൗതിക പഠനമോ ഭൗതിക പഠനത്തിന് മതപഠനമോ തടസ്സമാവാതെ, പഴമയുടെ തനിമയും പുതുമയുടെ മേന്മയും നഷ്ടപ്പെടാതെ ആഴത്തിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസം ഈ കോഴ്സുകൾ മുന്നോട്ട് വയ്ക്കുന്നു, ലോക നിലവാരത്തിൽ ഉത്തരവാദിത്തത്തോടെ. അതേസമയം UGC അംഗീകരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി ഒപ്പം നൽകുന്നു. സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കാൻ സൗകര്യമുണ്ട്. മതപഠനത്തിന് ഊന്നൽ ഒട്ടും കുറയാതെ തന്നെ സംസ്ഥാന ശരാശരിയേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടുണ്ടാക്കാൻ കഴിയുന്നുമുണ്ട്. അടിസ്ഥാന ഇസ്ലാമിക വിഷയങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാരിന്റെ NCPUL അംഗീകാരമുള്ള ഫങ്ഷണൽ അറബിക്, ഉറുദു, കമ്പ്യൂട്ടർ, മതങ്ങളുടെ താരതമ്യം, ഇസ്ലാമിക് ബാങ്കിംഗ്, ബിഹേവിയറൽ സൈക്കോളജി, പ്രബോധന ശൈലികൾ, പ്രീ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലേഴ്സ് ട്രെയിനിംഗ് തുടങ്ങിയ ഒട്ടനേകം കാലിക പ്രസക്തമായ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കാൻ സൗകര്യമൊരുക്കുന്നു ഈ കോഴ്സുകൾ. ഇതിന്റെ PG തലം 3 ഫാക്കൽറ്റികളിലായി 8 ബ്രാഞ്ചുകളാക്കി തിരിച്ചിരിക്കുന്നു. വഫിയ കോഴ്സിന്റെ ഡിഗ്രി തലം വിശാലമായ ഇസ്ലാമിക പഠനത്തോടൊപ്പം ഹോം സയൻസിന്റെ അവശ്യഭാഗങ്ങളും പ്രവൃത്തി പരിചയങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. വഫിയയുടെ PGയുമുണ്ട്. സ്ത്രീ പാണ്ഡിത്യത്തിന് അടിത്തറയിടുന്നതാണ് ഈ കോഴ്സുകൾ. SSLC തുടർ പഠന യോഗ്യതയും മദറസ 7ാം ക്ലാസ് വിജയവും നേടിയവരെ കർക്കശമായ പ്രവേശന പരീക്ഷയിലൂടെ വഫിയ കോഴ്സുകൾക്ക് പരിഗണിച്ചു വരുന്നു. പ്രിപ്പറേറ്ററി 2 വർഷം, ഡിഗ്രി 4 വർഷം, PG 2 വർഷം എന്നിങ്ങനെയാണ് കോഴ്സ് ഘടന. വഫിയ ഡിഗ്രി 3 വർഷമാണ്. വളാഞ്ചേരി മർക്കസാണ് വാഫി ആസ്ഥാനം. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC ആണ് ഈ കോഴ്സുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് റെക്ടർ. അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രിശ്ശേരി കോർഡിനേറ്ററും അലി ഫൈസി പാറൽ ട്രഷററും സെയ്ദ് മുഹമ്മദ് നിസാമി അക്കാദമിക് കൗൺസിൽ ഡയറക്ടറുമാണ്. 2000 മുതൽ സമന്വയ മാതൃകയായി വാഫി സവിനയം മുമ്പേ നടക്കുന്നു. ലോക നിലവാരത്തിലുള്ളതാണ് ഈ പാഠ്യപദ്ധതി. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ലീഗിൽ CIC അംഗത്വം നേടിയിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലുതും പഴയതുമായ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, കൈറോ യൂണിവേഴ്സിറ്റി, അറബ് ലീഗിന് കീഴിലുള്ള അലക്സോ, അറബി ഭാഷയുടെ ലോകത്തെ ഏറ്റവും വലിയ അതോറിറ്റിയായ അക്കാദമി ഓഫ് അറബിക് ലാംഗ്വേജ്, അൽ അസ്ഹർ അലുംനി, ഈജിപ്ത് മതകാര്യ മന്ത്രാലയം, അലിഗഡ് യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നിവയുമായി CIC MOU അഥവാ അക്കാദമിക് സഹകരണ ധാരണ ഒപ്പുവെച്ചിട്ടുണ്ട്. പുറമെ അലിഗഡ്, ഹംദർദ് യൂണിവേഴ്സിറ്റികളുടെ ഈക്വലൻസും നേടിയിട്ടുണ്ട്. വേറിട്ട വിദ്യാഭ്യാസ പ്രവർത്തനത്തിനുള്ള 2009 അന്താരാഷ്ട്ര IOL അവാർഡും 2011 islam.net അവാർഡും CICയെ തേടിയെത്തുകയുണ്ടായി. പ്രസംഗിക്കാനും എഴുതാനും മതപ്രബോധനത്തിനും എല്ലാവർക്കും കഴിയുന്നവരായതുകൊണ്ട് മറ്റുള്ളവരെക്കാണ് ജനങ്ങൾ അവർക്ക് സ്ഥാനം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ ആ മഹത്തായ പരിപാടിയിൽ നിലനിൽക്കുകയോ വേണം. വാഫി കോഴ്സിൻ്റെ സ്ഥാപനങ്ങൾ ഇനിയും കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവണം.
അതിനായി പ്രവർത്തിക്കുകയും സമുദായം ഉണരുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ സമൂഹത്തോട് അടുത്തിടപഴകുന്ന പണ്ഡിതന്മാരെ ഈ കരിക്കുലം സ്വപ്നം കാണുന്നു. വാഫി കോഴ്സിന്റെ ഡിഗ്രി പഠനകാലത്ത് വിദ്യാർത്ഥിനികൾ നിശ്ചിത അളവിൽ സാമൂഹിക സേവനം നിർബന്ധമായും നിർവഹിക്കേണ്ടതുണ്ട്. സാമൂഹിക സേവനം മതപഠനത്തിന്റെ അവിഭാജ്യ ഘടകമാക്കുന്ന ആദ്യ കോഴ്സുകളായിരിക്കാം വാഫി വഫിയ. മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇത്തരം ഒരു ആശയം ഏറ്റെടുത്തതുകൊണ്ട് അത് കേരളീയ സമൂഹത്തിൽ തന്നെ വലിയ മാറ്റത്തിന് കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളാണ് ഏതൊരു വിദ്യാഭ്യാസ സംവിധാനവും അളക്കാനുള്ള മാനദണ്ഡം. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വാഫികൾ ആദരണീയ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. മതഭൗതിക അധ്യാപകരും ഇമാമുമാരും ഖത്തീബുമാരും സർക്കാർ ഉദ്യോഗസ്ഥരും എഴുത്തുകാരും പത്രപ്രവർത്തകരും ബിസിനസ്സുകാരും റിസർച്ച് സ്കോളേഴ്സും എല്ലാമുണ്ട് അവർക്കിടയിൽ. ഈജിപ്തിലെ അൽ അസ്ഹറിൽ ഉപരിപഠനം നടത്തിയവരും കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രമുഖ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും PhD നേടിയവരും പഠനം തുടരുന്നവരും ഏറെയുണ്ട്. സമന്വയ കോഴ്സുകൾ ഇന്നേറെയുണ്ട്. എന്നാൽ വാഫി വഫിയ കോഴ്സുകൾ സവിശേഷതകൾ പലതും ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാമിക പഠനത്തിനും ശിക്ഷണത്തിനുമേറെ ഊന്നൽ നൽകുന്നു എന്നതാണ് അതിൽ പ്രധാനം. ആധ്യാത്മികമായിട്ടുള്ള മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതോടൊപ്പം ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ നേട്ടം. PG തലം ഇസ്ലാമിക പഠനത്തിന് മാത്രം മാറ്റിവച്ചിരിക്കുന്നു. ആധുനിക ജീവിത ചിന്താ പ്രശ്നങ്ങളെ വിശാലമായ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കി കാണാനും അവയ്ക്ക് ജീവിതഗന്ധിയായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും വളർന്നുവരുന്ന പണ്ഡിത സമൂഹത്തെ ഈ പദ്ധതി കരുതിവെക്കുന്നു. പൗരാണിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വെളിച്ചത്തിൽ വിവിധ മോഡൽ സെമിനാറുകളിലും ഡിബേറ്റുകളിലും അവർ നടത്തിയ നിരീക്ഷണങ്ങൾ ഈ കരുതിവെപ്പിനെ ശരിവെക്കുന്നു. ഇത്തരം ചർച്ചകളിൽ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലെ ഗുരുനാഥന്മാരുടെ പ്രാതിനിധ്യത്തോടെ പ്രവർത്തിക്കുന്ന റിസർച്ച് കൗൺസിൽ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകുന്നു. ലക്ഷണമൊത്ത വിദ്യാഭ്യാസ ക്രമമായി തീരാൻ പ്രാർത്ഥനാപൂർവം വാഫി ശ്രമിക്കുന്നു. പൂർണ്ണമായും യൂണിവേഴ്സിറ്റി മാതൃകയിലുള്ള അക്കാദമിക് പ്രവർത്തനങ്ങൾ, എല്ലാം തിട്ടപ്പെടുത്തിയ സിലബസ്, സെമസ്റ്റർ സിസ്റ്റം, PG തലത്തിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ രീതി, കുറ്റമറ്റ പരീക്ഷാക്രമം, OMR മൂല്യനിർണ്ണയം, കൃത്യമായ അക്കാഡമിക് കലണ്ടർ എല്ലാം ഉണ്ടതിന് അക്കാദമിക് കാര്യങ്ങളിലും ശിക്ഷണരംഗത്തും നിലനിർത്തിപ്പോരുന്ന കാർക്കശ്യങ്ങളും ചിട്ടകളുമാണ് ഈ പദ്ധതിയുടെ ഉൾബലം. ഇത് ഡിസൈൻ ചെയ്തത്, ഇതിൻ്റെ പാഠ്യപദ്ധതി തയ്യാറാക്കിയത്, ഇത് രൂപകൽപ്പന ചെയ്തത് അത്ഭുതമുള്ളൊരു തലത്തിലാണ്. ഞാൻ 7 വർഷം ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെയൊക്കെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരാളാണ്. കരിക്കുലം തയ്യാറാക്കുന്നതും അത് സംവിധാനം ചെയ്യുന്നതും ഏറ്റവും വലിയൊരു കലയാണ്. അതിലേറ്റവും മികച്ചു നിൽക്കുന്നതാണ് ഗവൺമെൻറ്റിന് പോലും അവലംബിക്കാൻ കഴിയുന്ന ഒരു സിലബസും പാഠ്യക്രമവും ക്രമീകരിക്കുകയാണ് വാഫി ചെയ്തിട്ടുള്ളത്. ആത്മവിശ്വാസവും അഭിമാനബോധവുമുള്ള പണ്ഡിത തലമുറകളെ വാർത്തെടുക്കുക ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ CIC അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളുടെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തുന്നു. ഇപ്പോൾ 5 വഫിയ കോളേജുകളടക്കം 46 സ്ഥാപനങ്ങൾ CICയോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ മേന്മയെ അടിസ്ഥാനപ്പെടുത്തി ഈ സ്ഥാപനങ്ങൾക്ക് ഗ്രേഡും സ്റ്റാറും നിശ്ചയിച്ചിരിക്കുകയാണ് CIC. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതത്വവും വിശാലതയും ഏറെയുള്ളതാണ് വഫിയ ക്യാമ്പസുകൾ. ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ആധുനിക ബോധന സമ്പ്രദായങ്ങളും നിരന്തര മൂല്യനിർണ്ണയ രീതികളും ഈ കരിക്കുലം പിന്തുടരുന്നു. അധ്യാപകർക്ക് വാഫി എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ വെറ്റ് നടത്തുന്നു. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു. കാലത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്നു. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും മാനേജ്മെന്റിനെയും ഉദ്ദേശിച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാമുകളും ശില്പശാലകളും പ്രിൻസിപ്പൽസ് മീറ്റുകളും വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികൾക്ക് പരിശീലനവും നടത്തുന്നു. കൂടാതെ വിദ്യാർത്ഥികളുമായി സംവദിക്കാനും
അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനും അവസരം കണ്ടെത്തുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനാവശ്യമായ പലതരം പാഠ്യേതര പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വാഫി കരിക്കുലം. വിവിധ വിഷയങ്ങളിൽ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന എക്സ്പേർട്ടുകളുടെ ക്ലാസുകളും വർക്ക്ഷോപ്പുകളും ഡിബേറ്റുകളും ഇതിന്റെ ഭാഗമായി ചിട്ടയിൽ നടത്തപ്പെടുന്നു. സമാജങ്ങൾ, ക്ലബ്ബുകൾ, കോളേജ് മാഗസിനുകൾ, ആർട്സ് ഫെസ്റ്റുകൾ, സ്പോർട്സ് മീറ്റുകൾ, വിദ്യാർത്ഥികളെ സ്വദേശങ്ങളിൽ പ്രാദേശികമായി സംഘടിപ്പിച്ച് കർമ്മരംഗത്തിറക്കുന്ന ഓർബിറ്റുകൾ എല്ലാം നടക്കുന്നു. വാഫി വിദ്യാർത്ഥി ഫെഡറേഷൻ നടത്താറുള്ള വാഫി ഫെസ്റ്റുകൾ കലാകേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കാറുണ്ട്. 2015 ഒക്ടോബർ 9, 10, 11, 12 തീയതികളിൽ അവർ സ്വന്തമായി നടത്തിയ കലോത്സവവും ബഹുസ്വര സംവാദവും അന്തർദേശീയ സെമിനാറും സാംസ്കാരിക കേരളം ശ്രദ്ധിക്കുകയുണ്ടായി. വഫിയ വിദ്യാർത്ഥി ഫെഡറേഷൻ നടത്തിയ ഫെസ്റ്റും വനിതാ സമ്മേളനവും ചരിത്ര സംഭവങ്ങളായിരുന്നു. മതപഠനം മോഹനവും സാർവത്രികവുമാക്കാൻ ഈ പദ്ധതിക്ക് വലിയ അളവിൽ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിൽ നിന്നുള്ളവരും ഈ കോഴ്സുകൾ തേടിയെത്തുന്നു. മതപഠനത്തിൽ ഒതുങ്ങുമായിരുന്നവരെ ഭൗതിക പഠനത്തിലേക്കും ഭൗതിക പഠനത്തിൽ ഒതുങ്ങുമായിരുന്നവരെ മതപഠനത്തിലേക്കും ആകർഷിക്കാൻ ഈ കോഴ്സുകൾക്കായിട്ടുണ്ട്. 1120 വഫിയ സീറ്റുകൾ തേടി കഴിഞ്ഞ വർഷം എത്തിയത് 3600 പേർ. അവസരം കിട്ടാതെ മടങ്ങിയത് 2480 പേർ. കേവല വിദ്യാഭ്യാസ സംവിധാനം എന്നതിലുപരി വാഫി ഒരു കുടുംബം കൂടിയാണ്. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ്, ഗുണകാംക്ഷികൾ എല്ലാവരും അടങ്ങിയ വലിയ കുടുംബം. 20,000-ഓളം അംഗങ്ങളുള്ള അർഹാം അസംബ്ലിയുണ്ട് വാഫിക്ക്. എല്ലാ അർത്ഥത്തിലും വേരുകൾ പടർത്തി ഈ കുടുംബം പൂത്തുലഞ്ഞു നിൽക്കുന്നു. പഴയ തലമുറയിലും പുതിയ തലമുറയിലും പെട്ട പണ്ഡിതന്മാർ ഈ കുടുംബത്തിൽ തോളുരുമ്മി നിൽക്കുന്നു. സഹോദര മതസ്ഥരും കൂട്ടത്തിലുണ്ട്. CIC അതിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തന മണ്ഡലം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 വനിതാ കോളേജുകളടക്കം 46 കോളേജുകൾ CICയോട് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സമീപഭാവിയിൽ 1000-ലേറെ കുട്ടികൾ PG മുത്തവ്വൽ ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇവർക്ക് മതിയായ സൗകര്യങ്ങൾ നിലവിലില്ല. 5 കോളേജുകളിൽ മാത്രമാണ് PG സൗകര്യമുള്ളത്. ഈ സാഹചര്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സൗകര്യങ്ങളുള്ള ആധുനികവും വിശാലവുമായ വഫിയ ക്യാമ്പസുകൾ നിർമ്മിക്കാൻ CIC നിർബന്ധിതമായിരിക്കുന്നു. മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിൽ അക്കരപ്പീടിക ബാപ്പു ഹാജി വഖഫ് ചെയ്ത് എന്നേക്കുമായി തന്റേതു മാത്രമാക്കിയ 15 ഏക്കർ ഭൂമിയിൽ 40 കോടി ചെലവിൽ വിശാലമായ PG ക്യാമ്പസ് സ്ഥാപിക്കാൻ CIC ഒരുങ്ങുന്നു. തീർക്കണമെന്നാണ് നമ്മളെ പ്രതീക്ഷ. നമ്മൾ മരിച്ചു പോണിയിൽ എടുക്കാതെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പഠിത്തം തോൽപ്പിച്ചാൽ നടക്കും. ഇത് സ്ഥാപനങ്ങളുടെ സ്ഥാപനമാണ്. സമുദായത്തിന്റെ അഭിമാന സൗധമാണ്. അറിവുകളുടെ കൈമാറ്റത്തിന് നാം ലോകത്തിനു മുന്നിൽ തുറന്നിടുന്ന വാതായനമാണ്. ഇമാം ഘസാലിയും ഇബ്നു സീനയും ഫർനാസയും ഇട്ട ശിലകളിൽ പടുത്തുയർത്തപ്പെട്ട ആധുനിക ലോകത്തിന് നായകത്വം വഹിക്കാൻ അവരുടെ പകർപ്പുകൾ ഉണ്ടാക്കുന്ന സർവകലാശാലയാണ്. രാജ്യപുരോഗതിക്കും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള കേന്ദ്രമാണ്. നല്ല സംരംഭങ്ങൾ തിരിച്ചറിഞ്ഞ് സഹായിക്കുന്നവർക്ക് ഒരവസരമാണിത്. ഈ സംരംഭത്തെ സഹായിക്കാൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ഷേഖുന ചെറുശ്ശേരി ഉസ്താദും ആഹ്വാനം ചെയ്തിരിക്കുന്നു. സഹായിക്കുക, സഹായിപ്പിക്കുക. ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കലാലയങ്ങളിലേക്ക് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ ഇതിനു വേണ്ടി സഹായിക്കുവാൻ നാം എല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്.